നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അരുണിമ. ഫൈബ്രോയിഡ് യൂട്രസ് എന്നൊരു അസുഖത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? വേറൊന്നുമല്ല, ഗർഭാശയത്തിൽ കാണുന്ന മുഴകൾ. ഇത് നോൺ ക്യാൻസറസ് ആണ്. ഇതൊരു ബിനൈൻ കണ്ടീഷൻ ആണ്. 25-30% സ്ത്രീകളിൽ ഫൈബ്രോയിഡ് യൂട്രസ് കാണാറുണ്ട്. എക്സ്പെഷ്യലി റീപ്രൊഡക്റ്റീവ് ഏജിലാണ് ഈ ഫൈബ്രോയിഡ് യൂട്രസ് കാണുന്നത്. എന്തൊക്കെയാണ് ഫൈബ്രോയിഡ് യൂട്രസിന്റെ രോഗലക്ഷണങ്ങൾ? ഫസ്റ്റ് രോഗലക്ഷണം എന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്. മെൻസസ് സമയത്തുള്ള ബ്ലീഡിങ് വളരെ ഹെവി ആയിരിക്കാം. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിങ്, ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് കാണാറുണ്ട്. എക്സസീവ് പെയിൻ ഡ്യൂറിങ് മെൻസസ്, സഹിക്കാൻ പറ്റാത്ത വേദന വരിക പീരിയഡ് സമയത്ത്. പിന്നീട് വരുന്ന രോഗലക്ഷണമാണ് ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ്. അതായത് ഒരു മെൻസസ് സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത മെൻസസിന് മുന്നേ തന്നെ വീണ്ടും ബ്ലീഡിങ് വരിക. അതൊരിക്കലും നിങ്ങളുടെ മെൻസസ് അല്ലെങ്കിൽ പീരിയഡ്സ് നേരത്തെ ആയതായിരിക്കില്ല. ഒരു പക്ഷേ അതൊരു ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് ആയിരിക്കും. ഒരു 10 ഡേയ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിന് ശേഷമൊക്കെ വീണ്ടും ബ്ലീഡിങ് പലരിലും കാണാറുണ്ട്. പിന്നീട് വരുന്ന രോഗലക്ഷണമാണ് ബാക്ക് പെയിൻ, അതായത് നടുവേദന വരാറുണ്ട്. പെൽവിക് ഏരിയയിൽ ചുറ്റാകെ പെയിൻ പലർക്കും കാണാറുണ്ട്. ഇനി സപ്പോസ് നിങ്ങളുടെ ഫൈബ്രോയിഡ് വരുന്നത് യൂട്രൈൻ ക്യാവിറ്റിന്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മിസ്കാരേജും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരാനുള്ള ചാൻസസ് ഹയർ ആയിരിക്കാം. അതോടൊപ്പം തന്നെ വേറെ കുറച്ച് പേഷ്യൻസിൽ വരുന്ന രോഗലക്ഷണമാണ് കോൺസ്റ്റിപ്പേഷനും യൂറിൻ പാസ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റിയും. ചില പേഷ്യൻസിൽ വെയിറ്റ് ഗെയിൻ വരാറുണ്ട്, വയറ് ചാടാറുണ്ട്. ഇതൊക്കെ ഫൈബ്രോയിഡ് യൂട്രസിന്റെ രോഗലക്ഷണങ്ങളാണ്. മോസ്റ്റ് കേസസിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്കാനിങ്, വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് ഒരു സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴായിരിക്കാം നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിയുന്നത്. മോസ്റ്റ്ലി ഇതൊരു ആക്സിഡന്റൽ ഫൈൻഡിങ് ആയിട്ടാണ് ഫൈബ്രോയിഡ് യൂട്രസ് കാണാറുള്ളത്. പക്ഷെ ഒരു കറക്റ്റ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് എപ്പോഴും ഈ ഒരു രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ USG എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫൈബ്രോയിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.